ഹായ് ഓൾ, ഹാപ്പി ഈവനിങ് ആൻഡ് വെൽക്കം ടു സീറോ സ്കൂൾ. അതെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ക്ലാസ്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദ ആർട്ട് ഓഫ് ലിസണിങ്. എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൃത്യമായിട്ട് ലിസൺ ചെയ്യാൻ പറ്റുക, എങ്ങനെ നമുക്ക് നല്ലൊരു ലിസണർ ആവാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ശരിയല്ലേ? പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്ന ചില കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, നമ്മൾ ലിസൺ ചെയ്യുകയാണോ ഹിയർ ചെയ്യുകയാണോ എന്നുള്ളതും, അതേപോലെ തന്നെ ഇതിനെ നമുക്ക് എങ്ങനെ അൺലേൺ ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ റീലേൺ ചെയ്യാം എന്നുള്ളതായിരിക്കും എന്ത് ചെയ്യുന്നത് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറഞ്ഞു വെക്കാണ്, നിങ്ങൾക്ക് ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു വെക്കാണ്. നിങ്ങൾ സോഫയിൽ ഇരിക്കുന്നു, ഇമാജിൻ ചെയ്യാം. നിങ്ങൾ സോഫയിൽ ഇരുന്നിട്ട് റീല് കാണുകയാണ്, ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നിട്ട് റീല് കാണുകയാണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തോ വീഡിയോ കാണുകയാണ്. അപ്പൊ നിങ്ങളുടെ കുഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ മകൾ ആരും ആവട്ടെ, അവൻ വന്നിട്ട് നിങ്ങളിങ്ങനെ തോണ്ടി വിളിക്കുകയാണ്, അച്ഛാ, അമ്മേ, അല്ലെങ്കിൽ ഉപ്പ ഉമ്മ, ഇങ്ങനെ പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറ 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 എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. എന്ത് ചെയ്യുന്നുണ്ടാവില്ല, മൈൻഡ് ആക്കാത്ത രീതിയിലോ ഒരു പക്ഷേ ഒന്നും അല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ വന്നു, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ വന്നു. ആ മക്കൾ വരുന്ന സമയത്ത് നമ്മൾ ചില റിപ്ലൈസ് കൊടുക്കാറുണ്ട്. എന്തൊക്കെയാണ് ആ ടൈപ്പ് ഓഫ് റിപ്ലൈസ് ഞാൻ പറയാം. ഒന്നാമത് കാര്യം നമ്മൾ പറയാണ്, ഈ നാടകം കളിക്കുകയാണ്, ഈ ഭയങ്കര പിന്നെ അത്ര വലിയ സംഭവം ഒന്നുമല്ല, സിമ്പിൾ ആണത്, അത് അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നും അല്ല എന്നുള്ള രീതിക്ക് നമ്മൾ സംസാരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയും, എന്ത് അഡ്വൈസ് കൊടുക്കും. നിനക്ക് അങ്ങോട്ട് ഒഴിവാക്കിയാൽ പോരായിരുന്നു, നീ എന്തിനാ അങ്ങനെ ചെയ്തത്, നീ എന്തിനാ അങ്ങനെ ചെയ്തത്, നിനക്ക് ഇങ്ങനെ ചെയ്താൽ പോരായിരുന്നോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഒറ്റയടിക്ക് അഡ്വൈസ് അങ്ങ് കൊടുക്കും. ശരിയല്ലേ? നമ്മൾ ചെയ്തിട്ടില്ലേ? ഞാൻ അടക്കം ചെയ്തിട്ടുണ്ട്. എന്റെ അടുത്ത് ഓരോരോ ഇപ്പോ എന്റെ സ്റ്റുഡൻസ് ഓരോരുത്തർ വരുന്ന സമയത്ത് എനിക്കത് അറിയാതിരുന്ന കാലത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഈ വെറുതെ ചെയ്യാണ്, നാടകം കളിക്കുകയാണ്, അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല, വെറുതെ ഡ്രാമ കളിക്കല്ലേ പോവെന്നൊക്കെ പറയും. അതേപോലെ തന്നെ പിന്നെ അത്ര വലിയ ഇഷ്യൂ ഒന്നും അല്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഉപദേശം കൊടുക്കും. എന്ത്, ഇത് അങ്ങനെയൊന്നുമില്ല, നിനക്ക് അവരോട് ഒഴിവാക്കിയാൽ മതിയായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നീ അങ്ങനെ കാര്യമാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ, നീ ഇത് മൈൻഡ് ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, നീ എന്തിനാ അവനായിട്ട് വർത്തമാനം പറയാൻ പോയത് എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യും, നമ്മൾ ചില ഉപദേശങ്ങളും കൊടുക്കും. അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അവർക്ക് ശരിക്കും ആവശ്യം എന്തായിരുന്നു, ഒരു ആളെ ലിസൺ ചെയ്യാൻ ഒരാളെ ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ ലിസൺ ചെയ്യാൻ ഒരാളെ കേൾക്കണം എന്നുള്ളത് മാത്രമായിരുന്നു എന്ത് അവരുടെ ആവശ്യകത. അതേപോലെ തന്നെ നമ്മൾ ലിസൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരുന്നിട്ട് നമ്മൾ ചെയ്യുന്നത് കൂടുതലും എന്തായിരിക്കും, ടോക്കിംഗ് ആയിരിക്കും. ഇല്ലേ? ശരിയല്ലേ? നമ്മളിങ്ങനെ കലവില നമ്മളൊരു കാര്യം കൊണ്ട് പറയുമ്പോഴേക്കും അതെന്താ, അതിനൊരു പരിഹാരമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ കലവിലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ശരിയല്ലേ? അങ്ങനെ ചെയ്യാൻ പാടോ? ഇല്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, റിലേറ്റഡ് ടു അവർ സെൽഫ് എന്ന് പറയും. നമ്മൾ ഇതൊന്നും അത്ര വലിയ വിഷയമൊന്നുമല്ല. അപ്പൊ നമ്മൾ പറയാണ്, ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു, അതേപോലെ തന്നെ ബസ് പോകാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് ബൈക്ക് വേണമെന്നൊക്കെ പറയാം. പണ്ടൊക്കെ എന്റെ കാലത്ത് ഞാൻ കാൽനടയായിട്ടായിരുന്നു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കിലോമീറ്ററുകളോളം താണ്ടി മലകളും കുന്നുകളും പുഴകളും ഒക്കെ നീന്തി കടന്നായിരുന്നു ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടിപ്പിക്കൽ നമ്മുടെ പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും ഒക്കെ പറയുന്ന ഒരു കാര്യം ഞാൻ അഡാപ്റ്റ് ചെയ്തെടുത്തതാണ്. പക്ഷെ സ്റ്റിൽ ചില സമയത്ത് വാലിഡേറ്റ് ആവും. അന്ന് നമ്മൾ അത്രയും കഷ്ടപ്പാടുകൾ അനുഭവിച്ചു എന്ന് കരുതിയിട്ട് ഇന്നത്തെ കുഞ്ഞുങ്ങൾ അതെല്ലാം അനുഭവിക്കണം എന്ന് എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ പറയും, നീ അടിപൊളിയല്ലേ, നീ ചിയർ അപ്പ്, യു ആർ ഡൂയിങ് ഗുഡ്, ഇതൊന്നും ഒരു വിഷയമാക്കേണ്ട കാര്യമേ അല്ല, നീ അങ്ങോട്ട് അടിപൊളിയാണ്, നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഭയങ്കരമായിട്ട് അവർ എന്ത് ചെയ്യാൻ നോക്കും, ചിയറപ്പ് ചെയ്യാൻ നോക്കും. ശരിയല്ലേ? ഇത്തരം മെത്തേഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുണ്ടാവും, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഇല്ലേ? ശരിയല്ലേ? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും ഒരാൾ നമ്മുടെ അടുത്ത് പറയുന്നത്, പിന്നെ നാടകം കളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉപദേശം കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നതിന് അപ്പുറമായിട്ട് നമ്മളിങ്ങനെ ലിസൺ ചെയ്യുന്നതിന് അപ്പുറമായിട്ട് നമ്മളിങ്ങനെ ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളവരെ ചിയറപ്പ് ചെയ്ത് നിന്നെ കൊണ്ട് ഇതെല്ലാം കഴിയും, അല്ലെങ്കിൽ എന്റെ കാലത്തൊക്കെ പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ റിപ്ലൈസ് കൊടുക്കുക. ഇനി ഇതിന് പകരമായിട്ട് ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക? ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ലിസണിങ് ടു മൈ വോയിസ്, അല്ലെങ്കിൽ ഇഫ് യു ആർ ലിസണിങ് ടു മൈ ചാനൽ ആൻഡ് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്റെ ക്ലാസ് കേൾക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഈ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കാര്യമല്ല ഞാൻ അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും, എന്താ ഇതിനൊരു കാര്യമുള്ളത്, അല്ലെ? നിങ്ങളെ ഇമോഷൻസിന് അവിടെ ഒരു വാലിഡിറ്റി ചെയ്യുന്നുണ്ടോ? ഇല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, എന്റെ അവസ്ഥകൾക്കൊന്നും ഇവിടെ യാതൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലേ എന്നുള്ള രീതിക്കൊക്കെ എന്ത് ചെയ്യും, കുട്ടികൾക്ക് തോന്നി തുടങ്ങും. അവർ വിചാരിക്കുകയാണ്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കൺസേൺ, അപ്പൊ ഇത്രേ ഉള്ളൂല്ലേ, എനിക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലേ ഇപ്പൊ ഇത്ര പറഞ്ഞു വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് എന്റെ ഇമോഷൻസിന് ഒരു വാലിഡേഷൻ ഇല്ല എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അവർക്ക് തോന്നും ഞാനൊരു ബർഡൻ ആണ്, ഞാൻ ഈ വീട്ടിലൊരു അധികപ്പറ്റാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരാളാണ്, ഈ വീട്ടിൽ എന്നെ കൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ല, അല്ലെങ്കിൽ എന്റെ ഫീലിങ്സിന് യാതൊരു വിലയും ഇവിടെ തരുന്നില്ല, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളതാണ്,
പലപ്പോഴായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അടുത്ത് നിന്നും കേട്ട കാര്യങ്ങളാണ്. അതായത് ഞാനിപ്പം എല്ലാവരോടും ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കണം, ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്നെ വെറുപ്പാണ് എന്നുള്ള രീതിക്കായിരിക്കും എന്ത് ചെയ്യുന്നത് കുട്ടികളിൽ ഈ ഒരു കാര്യം ഡെവലപ്പ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നത് ഈ ഒരു രീതിയിലായിരിക്കും എന്നാണ് എന്ത് ചെയ്തത് ഞാൻ പറഞ്ഞു വെച്ചത്. അങ്ങനെ പതിയെ അവർ എന്ത് ചെയ്യും, നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയും നിങ്ങളിലേക്ക് പിന്നീട് വരാതിരിക്കുകയും ചെയ്യും. അതൊരിക്കലും എന്തല്ല, നിങ്ങളോടൊരു ഇഷ്ടം കുറവുള്ളത് കൊണ്ടല്ല എന്ത് ചെയ്യുന്നത് അവരങ്ങനെ ചെയ്യുന്നത്. പകരം അവർ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവരുടെ ഇമോഷൻസിനെ കൃത്യമായിട്ട് ക്യാരി ചെയ്യാനും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് എന്നാണ് എന്ത് ചെയ്യുന്നത് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പിന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞു വെക്കുന്നത് ഞാൻ ഇങ്ങനെ വായി തോന്നിയത് ഓരോന്നും പറഞ്ഞു വെക്കുന്നതല്ല. ഇതിന്റെ പിന്നിലുള്ള കൃത്യമായ സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ റെലവെന്റ് ആയിട്ടുള്ള പോയിന്റുകൾ എന്താണ്. നമ്മൾ ഒരാളായിട്ട് ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അയാൾ കൃത്യമായിട്ടും ജഡ്ജ്മെന്റൽ അല്ലാത്ത രീതിയിൽ ഓപ്പൺ അപ്പ് ആയിട്ട് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അയാൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് റെസ്പോൺസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്കൊരു ഫീലിംഗ് തരും. എന്ത്, നിങ്ങൾ യു ഹാവ് ബീൻ വാല്യൂഡ്, യു ഹാവ് ബീൻ കെയർഡ്, യു ഹാവ് ബീൻ ലവ്ഡ്, ഈ ഒരു സ്പേസ് സേഫ് ആണെന്നുള്ളതും നിങ്ങൾ കൃത്യമായിട്ട് ആൾ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതും നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ഒരാൾക്ക് കൃത്യമായിട്ട് കൊടുക്കുന്ന റിപ്ലൈക്ക് അനുസരിച്ചിരിക്കും അയാളുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നത്. ഓക്കെ, ഇയാൾ വിശ്വസിക്കാം, അല്ലെങ്കിൽ ഇയാളുടെ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും, ഇയാളുടെ അടുത്തുനിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും സ്നേഹം കിട്ടാനും മനസ്സിലാക്കാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫീലിങ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റും എന്നുള്ളത് എന്ത് ചെയ്യും അവർക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ്, നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്നത് നമ്മുടെ ഈ ചെറുപ്പകാലത്ത് തന്നെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, കുഞ്ഞുങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ബിഹേവിയറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളർത്തിക്കൊണ്ടുവരാനും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും കഴിയും. ശരി, എങ്ങനെ നമുക്ക് ഈ പാറ്റേണിൽ തിരിച്ചു വരാൻ കഴിയും? ഈ കാര്യങ്ങൾ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെല്ലാവരും ഒരു പരിധി വരെ നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് ആയിരിക്കും. മെത്തേഡ് അല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. എങ്ങനെ നമുക്ക് ഈ കാര്യങ്ങളെ അൺലേൺ ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ റീലേൺ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം ഏതെല്ലാം ആണ് എന്നുള്ളത്. അപ്പൊ ഒരു കുട്ടി പറയാണ്, നമ്മൾ കരഞ്ഞോണ്ടിരിക്കുന്ന കുട്ടിയോട് നമ്മൾ പറയും ഡോണ്ട് ക്രൈ, ഇങ്ങനെ കരയല്ലേ, നീ ഒരു ആൺകുട്ടിയല്ലേ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയല്ലേ, ഇങ്ങനെ കരയാൻ പാടും എന്നുള്ളതൊക്കെ പറയുന്നതിന് പകരം നമുക്ക് പറയാം ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ബി സാഡ്, ഞാൻ സങ്കടപ്പെടുന്നത് കുഴപ്പമില്ല, അത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഫീലിങ്സ് ആണ്, നിനക്ക് കരഞ്ഞോളൂ, നിനക്ക് വേണ്ടത്ര കരഞ്ഞോളൂ, എന്നിട്ട് എന്താ മതി, നിനക്ക് ഓപ്പൺ അപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിനക്ക് ഓപ്പൺ അപ്പ് ചെയ്യാം, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വാക്കായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോഴും പറയും എന്ത്, നീ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്ക്, നീ ഇങ്ങനെയുള്ള ആളല്ല, നിനക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ കഴിയും എന്ന് പറയുന്നതിന് പകരം നിനക്ക് പറയാം എന്ത്, നിനക്കെല്ലാം ഇങ്ങനെ താങ്ങി പിടിച്ചിട്ടുള്ള പ്രശ്നമല്ല, യു ആർ സേഫ് ഹിയർ, നീ ഇവിടെ സേഫ് ആണ്, പേടിക്കണ്ട, നിനക്ക് എന്ത് ചെയ്യാൻ എല്ലാ ഭാരങ്ങളും നീ തലയിൽ എറി നടക്കേണ്ട ആവശ്യമില്ല, നീ ഇവിടെ സേഫ് ആണ്, നിനക്ക് എല്ലാം അങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിനക്ക് വിത്ത് ഹോൾഡ് ചെയ്യാം എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയാവുന്ന കാര്യമാണ് എന്ത്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റവർക്കൊക്കെ ഇതിലേറെ കഷ്ടപ്പാടാണ്, നീ അവന്റെ മകനെ നോക്കിക്കേ, നീ ഇവന്റെ മകനെ നോക്കിക്കേ, അവർക്കൊക്കെ ഇതിലേറെ കഷ്ടപ്പാടില്ലേ, എന്നിട്ട് നിനക്ക് എത്ര കഷ്ടപ്പാടില്ലല്ലോ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് അവരോട് പറഞ്ഞു വെക്കാം വാട്ട് യു ആർ ഗോയിങ് ത്രൂ ഈസ് വേഴ്സ് അല്ലെങ്കിൽ മാറ്റേഴ്സ്. നിങ്ങൾ ഇപ്പൊ കടന്നു പോകുന്നത് എന്താണ്, അത് കൃത്യമായിട്ടും എന്ത് ചെയ്യേണ്ടതാണ്, അഡ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നിന്റെ ഫീലിങ്സിന് ഇവിടെ എന്തുണ്ട്, ഇവിടെ വാല്യൂ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ കാണിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയും എന്ത്, ഓ നീ എപ്പോഴും ഇത് തന്നെയാണല്ലോ ചെയ്യുന്നത്, അങ്ങനെ ചോദിക്കുന്നതിന് പകരം നീ ഇതിപ്പോൾ പിന്നെയും ചെയ്തോ, നീ ഇത് പിന്നെയും ചെയ്തോ എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ് ഇതിലേക്ക് നിന്നെ നയിച്ച കാരണം, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും നിന്നെ ഇതിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റും. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അവരായിട്ട് മനസ്സിലാക്കി 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 അവരുടെ ഓരോരുത്തരുടെയും നമ്മൾ ഈ നേരത്തെ പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ അൺലേൺ ചെയ്ത് പുതിയ കാര്യങ്ങൾ റീലേൺ ചെയ്തിട്ട് അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് എന്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താവുന്നത്, കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലായി വരുന്നതും നമ്മളും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൃത്യമായിട്ടും ഡെവലപ്പായി വരുന്നതും. ഇപ്പോ ഞാൻ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിന്റെ അവസാനം പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾ പാരന്റ്സിനോട് നിങ്ങൾ ഒരിക്കലും എന്താകരുത്, ഒരു കുട്ടി എന്തെങ്കിലും ഒരു കൺസേൺ വരുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ സെൻട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആവരുത് കൊടുക്കേണ്ടത്. പകരം അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്ത് അവരുടെ കൂടെ നിങ്ങൾ ഉണ്ടെന്നുള്ള വിശ്വാസത അവർക്ക് പുലർത്തിയിട്ട്, അത് ഒരുപാട് വാക്കുകളോ ഭംഗി വാക്കുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ടിയില്ല, പക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് തന്നെ, പലപ്പോഴും സൈലൻസ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നിങ്ങളിൽ ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ ഡെവലപ്പ് ചെയ്യാനും കൂടുതൽ നിങ്ങളായിട്ട് ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ജീവിതത്തിന്റെ ഇടയിൽ ഞാൻ ഈ ക്ലാസ് സെഷൻ തുടങ്ങി വെച്ചത് എന്തായിരുന്നു, നമ്മൾ ഡെയിലി കേൾക്കുന്ന ഒരുപാട്
കോയേഴ്സിനെ പറ്റിയായിരുന്നു, അതായത് ഒരുപാട് ശബ്ദ കോലാഹലങ്ങളെ പറ്റിയായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെ നമ്മൾ എത്തുകയാണ്. ഇതിന്റെ ഇടയിൽ നമ്മൾ സൈലന്റ് ആയിട്ട് നമ്മൾ കേൾക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാരുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെയാണ്. ആ മക്കളുടെ ഓരോ ഇമോഷൻസിനെയും വാലിഡേറ്റ് ചെയ്ത് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ ഒപ്പം ഉണ്ടെന്ന് വരുത്തി തീർത്ത് നമ്മൾ പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റുന്നതും ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതും നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതും നാളെ എന്തൊരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങളുടെ മക്കൾ നിങ്ങളെ ആദ്യം വിളിക്കുന്ന രീതിയിലേക്ക് എത്തുന്നതും അവിടെ വെച്ചിട്ടാണ്. അതേപോലെ നിങ്ങൾ ഈ കോൺവെർസേഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോൺവെർസേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ക്ലോസ് ചെയ്യുന്നത്. ഒരിക്കലും ആ ഒരു കണക്ഷൻ അല്ല എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ക്ലോസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ടേം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല. പകരം നിങ്ങൾ ഇത്ര ആലോചിക്കുക, നിങ്ങൾ ആ ഒരു സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ അവരോട് തുറന്നു പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അതായത് ഐ എം ഹാപ്പി ദാറ്റ് യു ടോക്ക് ടു മീ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം നീ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞല്ലോ. നിനക്ക് ഇതേപോലെ എന്തുണ്ടെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, എന്നായിട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ട് എന്നോട് കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ള രീതിക്ക് വേണം എന്ത് ചെയ്യാൻ, പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ സംസാരിച്ച് കഴിഞ്ഞു, ഓക്കെ ലിസൺ ചെയ്തു, ഓക്കെ എന്നാ ശരി കേട്ടോ എന്ന് പറഞ്ഞ രീതിയിലാവരുത്. ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾ എൻഡ് ചെയ്യുമ്പോൾ ആ ഒരു കണക്ഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ആ കോൺവെർസേഷൻ അവസാനിപ്പിക്കേണ്ടത്. അതായത് ഇപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ആ ഒരു കാര്യം കുട്ടി പറഞ്ഞു വെക്കുന്നതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ഐ എം റിയലി ഗ്ലാഡ്, ഞാൻ ഭയങ്കര സന്തോഷവാനാണ്, കാരണം നീ എന്നോട് ഇതെല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിനക്ക് എന്നോട് പറയാം എന്ന രീതിയിൽ ഒരു കണക്ഷൻ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കോൺവെർസേഷൻ എപ്പോഴും എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. എന്തൊക്കെയാണത്? ചിലപ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ എന്തെങ്കിലും ഒരു കൺസേൺ കുട്ടി പറയുന്ന സമയത്ത് ഞാൻ പണ്ട് പഠിച്ചിരുന്ന കാലത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ടേംസ് ഇല്ലേ, അതെന്ത് ചെയ്യാ, ഒഴിവാക്കാം. അതേപോലെ തന്നെ എന്ത് ചെയ്യാ, നീ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുക, ഇങ്ങനെ നിൽക്കേണ്ട ആളല്ല നീ, ഇതൊന്നും നിനക്കൊരു പ്രശ്നമല്ല എന്നുള്ള രീതിക്കും എന്ത് ചെയ്യരുത്, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അതേപോലെ നീ ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്യാണ്, ഇത്രത്തോളം ഓവർ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത് എന്ത് ചെയ്യാ, നമുക്ക് ചിലപ്പോൾ തോന്നാം ഓക്കെ ഇവര് ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്യാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ അത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇമോഷൻസിനായിട്ട് നിങ്ങൾ വാലിഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അവർക്ക് നിങ്ങളായിട്ട് ഒരു കണക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളും അവരും ഒരേ സമയം ഒരേ കാര്യം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഫീലിംഗ് അവർക്ക് വരണം. അപ്പൊ ആ സമയത്ത് നിങ്ങൾ പറയുകയാണെന്ത്, ഇതൊന്നും ഇപ്പൊ അത്ര വലിയ പ്രശ്നമൊന്നും അല്ല, അല്ലെങ്കിൽ നീ സ്ട്രോങ് ആയിട്ട് നിൽക്ക്, നിന്നെ കൊണ്ട് ഇതെല്ലാം കഴിയും. അതേപോലെ തന്നെ നിന്നെ പണ്ട് കാലത്ത് ഞാൻ ഇതൊക്കെ ഉണ്ടായപ്പോൾ ഇതിന്റെ അപ്പുറം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ, എന്ത് ചെയ്ത് എന്നിട്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, ഇതിനെ കുറിച്ചൊന്നും ആലോചിച്ച് സങ്കടപ്പെടണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ അവരായിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ബ്രേക്ക് ആവാനും അതേപോലെ നശിച്ചു പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് നമ്മൾ എപ്പോഴും ഒരു ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജും എന്ത് ചെയ്യേണ്ടതുണ്ട്, ഭയങ്കരമായിട്ട് മാറ്റേണ്ടത്. അത് ഭയങ്കര തോന്നിയിട്ടുണ്ടാവും, എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, എങ്ങനെ നീ അത് ഓവർകം ചെയ്തത്. അതേപോലെ തന്നെ സാരല്ല, ഇങ്ങനെ തോന്നുന്നത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് എന്നുള്ള രീതിക്കല്ല, പകരം നിങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടായിരിക്കും അല്ലെ, ഇങ്ങനെ തോന്നുന്നതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ഇങ്ങനെ തോന്നണം, ഇങ്ങനത്തെ ഫീലിങ്സ് ഉണ്ടാവും എന്നുള്ളത് അവരെ വാലിഡേറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളായിട്ടുള്ള ട്രസ്റ്റ്, ഒരു റിലേഷനായിട്ടുള്ള ട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാനും ആ ട്രസ്റ്റിന്റെ പുറത്ത് എത്ര ദൂരെ പോയാൽ നിങ്ങളുടെ മക്കൾ കൃത്യമായിട്ട് നിങ്ങളെ കാര്യങ്ങൾ വിളിച്ചു പറയാനും നിങ്ങളോട് ഓപ്പൺ അപ്പ് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു സ്പേസും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത്രയും ഹാബിറ്റ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയും ഇത്തരം ടിപ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഇത്തരം മെത്തേഡ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ കുട്ടിയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ബോണ്ട് എന്ത് ചെയ്യും, നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പറയാനുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഡിയർ പാരന്റ്സ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഹൃദയം തുറന്ന് കേൾക്കാൻ എന്ത് ചെയ്യുക, ശ്രമിക്കുക. അവർ പറയുന്ന കാര്യങ്ങളെ വാലിഡേറ്റ് ചെയ്യാൻ നോക്കുക. അവർക്ക് ഒരു വലിയ സുനാമിയോ അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തം വരുന്ന സമയത്ത് അവർക്കൊരു ഷെൽട്ടർ പോലെ നിൽക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ കൃത്യമായിട്ട് ലിസൺ ചെയ്യുകയും അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വാലിഡേറ്റ് ചെയ്യുകയും വേണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് അവരെ നോട്ടീസ് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും അവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ ദൃഢത നിലനിർത്താനും എന്ത് ചെയ്യും, നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് എന്ത് ചെയ്യാനുള്ളത്, എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ അടുത്ത വീഡിയോ നിങ്ങൾ കാണുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇന്ന് രാത്രി നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ റൂമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, നിങ്ങൾ അവനെ കൃത്യമായിട്ട് നോക്കുക.
തലയുയർത്തി നോക്കുക, മൊബൈൽ ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. എന്നിട്ട് അവരോട് ചോദിക്കുക, മോനെ അല്ലെങ്കിൽ മോളെ, ഇന്ന് നിന്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു മൊമെന്റ് എന്താണെന്ന് നമുക്കൊന്ന് ഷെയർ ചെയ്താലോ എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു കണ്ണി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പോയിന്റ് എന്ത് ചെയ്യുക, ഇട്ട് നോക്കുക. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് നിന്റെ ലൈഫിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഡിസ്കസ് ചെയ്താലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു ചോദ്യം അവരെ ഇൻഡയറക്റ്റ് ആയിട്ട് അവരോട് തോന്നിപ്പിക്കുന്നത്, മോം അല്ലെങ്കിൽ പാരന്റ് എന്ന നിലക്ക് അല്ലെങ്കിൽ ഫാദർ നിലക്ക് മദർ നിലക്ക് ഞാൻ അവനോട് പറയാണ്, ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്, ഐ ലവ് യു ആൻഡ് ഐ കെയർ അബൌട്ട് യു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് അടുത്ത വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്ത് എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോന്റെ താഴെ എന്ത് ചെയ്യുക, ജസ്റ്റ് കമന്റ് ചെയ്യുകയും വേണം. അല്ലെങ്കിൽ നമ്മളായിട്ട് വാട്സപ്പിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. ഇഫ് യു ഫീൽ, നിങ്ങൾക്ക് തോന്നുകയാണ് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റി അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് സന്തോഷം, ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളായിട്ട് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യാം. അപ്പോ മറക്കരുത്, ഇന്ന് രാത്രി എന്ത് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നാളെ രാത്രി നിങ്ങൾ ഡെയിലി ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ ലൈഫ് ഉണ്ടായ നല്ലൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, എന്നോടൊന്ന് പറയോ എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ മക്കളുമായിട്ടുള്ള ആ ഒരു ക്ലോസ് ബോണ്ട് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, എന്നത് നമ്മുടെ ടാസ്ക്. അപ്പോ കൃത്യമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. കീപ്പ് ഇൻ കണക്ട്. അടുത്ത വീഡിയോയുമായി എന്ത് ചെയ്യും, ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ അടുത്ത പാർട്ടിൽ വരുന്നുണ്ട്. സോ അണ്ടിൽ ദെൻ ബൈ.